Good morning humans. Hi, welcome to my YouTube channel. So ഞാൻ ഇന്നൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ ജസ്റ്റ് വോക്ക് അപ്പ് ഒന്നും ചെയ്തൊന്നുമില്ല. സോ ലെറ്റ് മീ റീഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് ബേബി കാജൽ കിഷോർ. ആൻഡ് സ്നേഹമുള്ളവർ എന്നെ ബേബി എന്ന് വിളിക്കാറുണ്ട്. ഹായ്, ദിസ് ഇസ് എഡിറ്റിംഗ് മീ. ഈ രാവിലെ ഇത്ര ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സോ വാച്ച് ടിൽ ദ എൻഡ് എന്താ ഉദ്ദേശിച്ചത്. So this challenge is for me to buy some grocery. ഞാൻ ജാനുവരിയിൽ ഇതുവരെയും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ടില്ല ആൻഡ് ഹാവ് നത്തിങ് ലെഫ്റ്റ് ഇൻ മൈ പാൻട്രി. സോ ചലഞ്ച് എന്താണെന്നും എന്തൊക്കെയാണ് വാങ്ങാൻ പോകണമെന്നും നമുക്ക് പിന്നീട് കാണാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഗെറ്റ് റെഡി. ബൈ. സോ ഞാൻ റെഡി ആയി. ജസ്റ്റ് 2 to 3 സ്റ്റോപ്സ് അവേ ആണ് ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലമുള്ളത്. സോ അവിടെ നമുക്ക് ഏതർ ബസ് അല്ലെങ്കിൽ ട്രാം വഴി പോവാം. സോ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം പ്ലാനിങ് ടു ഗോ ടു 2 ഷോപ്സ്. ഇവിടുത്തെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് ആണ്. വൺ ഇസ് പെന്നി ആൻഡ് അതർ വൺ ഇസ് കോൾഡ് ആൽദി. ഞാൻ എൻ്റെ ലോഗോ ഇവിടെ കൊടുക്കാം. സോ അവിടെ പോവാം. സോ ഓക്കെ, ഒരു കോണ്ടാക്സ്റ്റിന് വേണ്ടിയിട്ട് കാണിച്ചു തരണം. എൻ്റെ ആകെയുള്ള ഗ്രോസറീസ് ഈ ക്യാരറ്റ് മാത്രമാണ്. സോ ഇന്ന് സ്നോഫോൾ അല്ല, മഴയാണുള്ളത്. സോ കുട എടുത്തിട്ടുണ്ട് കയ്യിൽ. കുട സോ ട്രാം വരാറായി. ചലഞ്ച് എന്താണെന്ന് പറയാം. 20 euros ഉണ്ട്. 20 eurosനകത്ത് ഐ ഹാവ് ടു കംപ്ലീറ്റ് മൈ ഗ്രോസറി ഷോപ്പിംഗ്. പ്രോട്ടീൻ, കാർബ്, വെജീസ്, ഫ്രൂട്ട്സ് കുറച്ചുണ്ട്. ബട്ട് സ്റ്റിൽ അതെല്ലാം അതിൻ്റെ അകത്തുനിന്ന് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. സോ ദാറ്റ്സ് മൈ പ്ലാൻ. ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് പോകുന്നത് പെന്നിയിലോട്ടാണ്. ഓക്കെ, ജർമൻസിന് അധികം പബ്ലിക് പ്ലേസസിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. സോ ഞാൻ മാക്സിമം ക്യാമറ ആയിട്ട് സംസാരിക്കത്തില്ല. സോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇടയ്ക്ക് സംസാരിക്കാൻ നോക്കാം. ബട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ സ്റ്റോറി പറയാം. വൈ ഐ ബോട്ട് ദാറ്റ്. പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം, എന്തുകൊണ്ടാണ് ഞാൻ വാങ്ങിയതെന്ന്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് എ വീഡിയോ. സോ ബെയർ വിത്ത് മീ. കുട എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. മഴയുണ്ട്. സോ സീ, നല്ല കാറ്റുണ്ട്. കുട മടക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഹുഡ് ഇടാൻ നോക്കാം. ഓക്കെ, നല്ല കാറ്റുണ്ട്. കുടയൊക്കെ പൊട്ടിപ്പോകുന്ന കണക്കത്തെ കാറ്റുണ്ട്. സോ ഞാൻ ക്രിസ്മസ് മാർക്കറ്റ് കാണിച്ചു തരാം. അതായത് ക്രിസ്മസ് മാർക്കറ്റ് പോയി ഇവിടെ നിന്ന്. സോ എല്ലാ സ്റ്റോൾസും എടുത്ത് മാറ്റിയിട്ടുള്ള സ്ഥലം കാണിച്ചു തരാം. ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ ക്രിസ്മസ് മാർക്കറ്റ് അതിൻ്റെ സ്റ്റോൾസും ഇല്ലാത്ത ഒരു എന്താ കോനിഷ് ഹൈറിച്ച് പ്ലാറ്റ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ സൗണ്ട്. നമുക്ക് പോകേണ്ടത് ആ റെഡ് ലോഗോ കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ്.
നമ്മളിപ്പോൾ എനിക്കകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മുട്ട കണ്ടിട്ടുണ്ട്. പക്ഷെ മുട്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഓക്കെ, ഞാൻ എൻ്റെ പൊട്ടറ്റോ ഇവിടെ ഒരുപാട് ഉണ്ട്. 3 കിലോയ്ക്ക് ലാഭത്തിന് കിട്ടും. 1 കിലോയ്ക്ക് 1.79. പക്ഷേ നമുക്ക് ഏതെടുക്കണം? പ്രൈസ് അപ്ഡേറ്റ്. നമുക്ക് 20 യൂറോയിനകത്ത് എല്ലാം നിൽക്കുമെന്ന് ഒരു പിടിയില്ല. ഒരു 25 ആക്കേണ്ടി വരും. ബിക്കോസ് ഒരുപാട് സാധനങ്ങൾ ഇനിയും വാങ്ങാനുണ്ട്. ആൻഡ് വെജിറ്റബിൾസ് തന്നെ കുറേ ആയി. 20 അടുപ്പിച്ചായില്ല, എന്നാലും സ്റ്റിൽ 25 ആക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ഗൈസ്, 20 യൂറോ എന്ന് പറയുന്ന മാർജിൻ ഒന്നും നിന്നില്ല. 30 യൂറോയിന് താഴെയാക്കി മാറ്റേണ്ടി വരും നമ്മുടെ ചലഞ്ച്. കാരണം എല്ലാം കൂടെ ഞാനൊരു ആപ്പ് യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആപ്പും കൂടെ കഴിഞ്ഞതിന് ശേഷം 27 മെഗകളിലായി എല്ലാം കൂടെ വാങ്ങിയപ്പോൾ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രോട്ടീൻ എനിക്കങ്ങോട്ട് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുറേ നാളത്തേക്കുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സോ ഇത്രയും വലിയ ചാക്കും ഈ ബാഗിനകത്തും ഫുള്ളാക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ട്രാമിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ കാണാം, ഇനി എത്തിയിട്ട് സംസാരിക്കാം. കാരണം ഇവിടെ നല്ല മഴയുണ്ട്. സോ ബൈ. ഹലോ ഗായ്സ്, ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഹായ്. എന്തോ അതാണ് ഞാൻ മേടിച്ച സാധനം. സോ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ പെന്നിൽ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി. ബിക്കോസ് ഇവിടെ നിന്ന് ഇത്രയും സാധനങ്ങൾ ചുമന്നുകൊണ്ട് ആൽദി വരെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. കുറച്ച് നടക്കണം. ഞാൻ സ്ഥാനം കാണിച്ചു തരാം. ആൻഡ് ഇത് മാത്രമല്ലാണ്ട് എൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. സോ ഞാൻ പ്രോട്ടീൻ, കാർബ്, പിന്നെ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് വെച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. ഐ ഹാവ് ലൈക്ക് റെസിപ്പീസ് ടു കുക്ക്. ഞാനത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ട്രാം ഒരു 7 മിനിറ്റ്സ് കൂടെ എടുക്കും ട്രാം വരാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ എന്തിനാണ് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷേ സമ്മറി, ഞാൻ ചലഞ്ച് നല്ല 8 നിലയിൽ പൊട്ടി. 20 യൂറോയിലെല്ലാം തികയുമെന്ന് വിചാരിച്ചു കൊണ്ടുപോയ ഞാൻ സർവപരാജിതയായി തിരിച്ചു മടങ്ങുന്നു. അതാണ് കഥയുടെ സാരം. പക്ഷേ ഐ ആം നോട്ട് ഭയങ്കര അൺഹാപ്പി. എനിക്ക് മഷ്റൂംസൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, വിച്ച് ഐ കുഡൻ ഗെറ്റ്. പെന്നിയിൽ എനിക്കത് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച റേറ്റിലും ഇല്ലായിരുന്നു. അതിനാദ്യം പോകണം. പക്ഷേ ആദ്യം പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് എനി ഹൗ അവിടെ നിന്ന് വാങ്ങിയാലും ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും കമ്മ്യൂട്ട് ചെയ്യുന്നത് ഇസ് ഡിഫറൻസ്. സോ എനി ഹൗ ലൈക്ക് ഐ നോട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സോ ഞാൻ റൂമിൽ ചെന്നതിന് ശേഷം വാട്ട് ഓൾ ഐ ബോട്ട്: പ്രോട്ടീൻ, കാർബ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഞാൻ ബാക്കി എന്തൊക്കെ എക്സ്ട്രാ വാങ്ങി, അതായത് എൻ്റെ ബഡ്ജറ്റിന് ഔട്ട് ഓഫ് ആയിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങിയെന്ന് പറയാം. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഫിലിം ചെയ്യാത്തത്, ഞാൻ ഒരുപാട് നോക്കി സ്റ്റോറിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്ക് ഫിലിം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു മെനക്കേട്.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻസ് ഡസൻറ്റ് ഈവൻ ദോ ക്യാമറാസൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. സോ ഐ ഫെൽറ്റ് ലൈക്ക് ഇപ്പം ആരെങ്കിലും എന്നെ വന്ന് ഹൈനടിക്കും എന്നുള്ളൊരു ഫീൽ വന്നു. ആൻഡ് ജർമ്മൻസ് ഡസൻ ലൈക്ക് ക്യാപ്ചറിങ് അവരുടെ ഫോട്ടോസ്. അപ്പം ആ പ്രൈവസി ഞാനത് കണക്കാക്കണ്ടേ. സോ അതുകൊണ്ട് ഞാനധികം ഫിലിം ചെയ്യാത്തത്. ഐ ഡോണ്ട് നോ എൻ്റെ എന്തൊക്കെ ഓഡിയോ അതിൻ്റെ അകത്ത് റെക്കോർഡായിരുന്നു ഞാൻ ഫിലിം ചെയ്ത കണ്ടൻറ്റിൽ. ബട്ട് എനിവേ ദിസ് ഈസ് മൈ ഫിറ്റ്. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറയട്ടെ. ഞാൻ ട്രാം മാറി കയറി വേറെ സ്റ്റേഷനിൽ പോയി. അതായത് എൻ്റെ വീട്ടിൻ്റെ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനല്ല, ട്രാം സ്റ്റേഷനിൽ ഇറങ്ങി. ആൻഡ് ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ട്രാമിൽ കയറി. ഇനിയുണ്ട് ഒരു 4-5 സ്റ്റോപ്പ്. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ വ്ളോഗ് ചെയ്ത് ഭൂമിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ചെന്നെത്തും ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് എപ്പോഴും ഒന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ ഐ തിങ്ക് ഞാൻ വ്ളോഗ് ചെയ്ത ഫസ്റ്റ് സമയത്തെ €20 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഇഫ് ഐ ഫെയിൽ? വി ഓൾ ഫെയിൽ ബെറ്റർ. ഞാൻ ഇനിയും ഫീൽ ചെയ്യും. സോ €20 നമുക്ക് മറക്കാം. കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് സംസാരിക്കാം. ഇവിടെയാണോ നോക്കേണ്ടത്? ഭയങ്കര കൺഫ്യൂഷനായിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി കൺഫ്യൂഷനൊക്കെ. ഓക്കെ, ഞാൻ സംസാരിക്കാം. ക്യാമറ അത്ര പരിചയമായിട്ടുള്ള. സോ ഞാൻ പറഞ്ഞു വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ €10 ഞാൻ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മൾ €10 കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത്? മുട്ട വാങ്ങി, നമ്മൾ ചിക്കൻ വാങ്ങി, നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ €10 എക്സ്ട്രാ സ്പെൻഡ് ചെയ്തെങ്കിൽ നമ്മൾ എക്സ്ട്രാ 10 ദിവസം ജീവിക്കണം. അതാണ് ആരുടെ മോട്ടോ? ഈ മിക്കിയുടെ മോട്ടോ. സോ ഫൈനലി ഇങ്ങനെയൊക്കെയോ വീടെത്തിയിട്ടുണ്ട്. സോ ഞാൻ എന്താ പ്രോമിസ് ചെയ്തത്? 30 20 നമ്മൾ എന്ത് കാണിക്കും? ഹോൾ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ വേറെ സാധനത്തിൻ്റെയൊക്കെ ഹോൾ ചെയ്യാൻ പോവുകയാണ്. സോ കിട്ടണ ഞാൻ കാണിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ മിൽക്ക്, പാല്. ഓക്കെ, സോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ? സോ വാട്ട് ഡു ഡു? ഫസ്റ്റ് നമുക്കിങ്ങനെ കാണിച്ചിട്ട് മാറ്റി. സോ ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ മിൽക്ക്, ദെൻ ചെറി ടൊമാറ്റോ. ആൻഡ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മുടെ നാട്ടിൽ ടൊമാറ്റോ മിസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ദർ ഇസ് നത്തിങ് മച്ച് ഓഫ് എ ഡിഫറൻസ്. സോ വാട്ട് എവർ ടൊമാറ്റോ. ആൻഡ് ഇത് 2 വാങ്ങി കേട്ടോ. ജസ്റ്റ് ലൈക്ക് നാച്ചുറൽ ബർത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്ലാന്റാണ്. ലൈക്ക് ഇവിടെ ദിസ് വാസ് ഓൺ എ സെയിൽ. എന്നാൽ ഇതിൻ്റെ അകത്ത് കോസ്റ്റ് ഞാൻ കാണിക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ വയ്ക്കാം. സോ ഐ ബോട്ട് 2 ഓഫ് ദിസ് ബിക്കോസ് ഓഫ് കോഴ്സ് പാസ്ത ഇസ്, യു നോ മീ. സോ പാസ്ത. ദെൻ this is a special purchase, like this is a extra purchase. This is spearmint tea. So 1 minute. Next is the bill, which I'll tell about later how much exactly I spent on it. And this is a chocolate, which is like a tea vola thanne oru extra purchase ennaanengil parayam. But I really like the flavor, which is nougat. There was a lot of flavors. I wanted to try the salted caramel too. ഇത് നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡ് അല്ല, ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സോ ദാറ്റ്സ് ഫ്രം മൈ ബാഗ്. ഇനി നമുക്കൊരു വലിയ ചാക്കുണ്ട്, അത് നമുക്ക് പതുക്കെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ.
and it costed around 5 euros, and it's like 1 kg, approximately 1 kg chicken. And motta, let me just look in the motta jeevanode undo. Yeah, makkal. And let me tell you, maybe it's a season, ബട്ട് മുട്ടയുടെ പ്രൈസ് നാട്ടിലെങ്ങനെയാണ് കൂടിയോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇവിടെ എന്തായാലും കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ വന്ന സമയത്ത് ഐ ഗോട്ട് 10 ലൈക്ക് സെയിം ബ്രാൻഡ് 10x ഫോർ ലൈക്ക് 1.89 or 99 euros. Now it's like 2.50 kind of like that much money. This is an unnecessary purchase, but I would say it's better than what I wanted to buy, because ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ പൊട്ടറ്റോ എടുത്തു. യു ഓൾ സോ ദാറ്റ്. ഞാൻ ആ പൊട്ടറ്റോ കൊണ്ട് തിരിച്ചു വെച്ചു, വിച്ച് ഇസ് ലൈക്ക് 3 kg പൊട്ടറ്റോ, വിച്ച് വാസ് ഫോർ ലൈക്ക് only 2.29 euros, which is a deal. ബട്ട് എനിക്കിത് ക്യാരി ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ വിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ബാക്ക് ആൻഡ് ഏതെങ്കിലും വേറെ എന്തെങ്കിലും വാങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് കട്ട് ഡൗൺ ദാറ്റ് പ്രൈസ് ഓൾ ടുഗെദർ. ദെൻ ഐ സോ ക്യാരറ്റ് ലൈക്ക് വെരി വെരി ചീപ്പ്, ലൈക്ക് 0.89 ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ദാറ്റ്സ് ഫോർ 2 kg. And you guys saw I had carrots. I had carrots, leftover carrots. I guess still a kg ഒരു കിലോ എങ്കിലും കണ്ടിരിക്കും. പക്ഷെ ട്രസ്റ്റ് മീ, ഞാൻ ഇതിനെ മാക്സിമം എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കാം. ബട്ട് പൊട്ടറ്റോ ഐ വുഡൻറ്റ് സേ ഇറ്റ്. ഐ എം നോട്ട് ടോക്കിംഗ് ലൈക്ക് എ fitness influencer or something, but potato is a good form of carb. അതായത് ഗ്ലൂട്ടൻ അങ്ങനെയുള്ള വീറ്റോ മാഗിയോ ചോറോ കഴിക്കുമ്പോഴൊന്നും ഉണ്ടാവാത്ത അത്രയും ലോഡഡ് ആവാത്ത ഒരു സിമ്പിൾ കാർബാണ് പൊട്ടറ്റോ. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ടു ഈറ്റ്. പൊട്ടറ്റോ ഇറ്റ് സെൽഫ് ഇസ് എ ഗുഡ് കാർബ്. ഓക്കെ, ആൻഡ് എനിക്ക് ഞാനൊരു 3 kg പൊട്ടറ്റോ വന്ന സമയം തൊട്ട് കഴിച്ചിട്ടിരിക്കുവാണ്. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് എനി മോർ പൊട്ടറ്റോസ്. ബട്ട് ഇനി ഞാൻ ഒരു പർച്ചേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ബൈ ദാറ്റ്. ഓൺ ദ അതർ ഹാൻഡ് ക്യാരറ്റ് ഈസ് ലൈക്ക് എ വെജിറ്റബിൾ ആൻഡ് ഐ ക്യാൻ മേക്ക് either ലൈക്ക് തോരനോ എന്തെങ്കിലും, അല്ലെങ്കിൽ പിക്കിളിടാനോ. അതാണ് എൻ്റെ പ്ലാൻ. സോ മൈൻഡ് യു, ലൈക്ക് ലെറ്റ് ഇറ്റ് സ്റ്റേ. എന്നെ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് തീരുന്നില്ല. ഐ തിങ്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത് വെജിറ്റേ ഉള്ളൂ. ഐ നീഡ് ദിസ് ബെൽ പെപ്പർ ആൻഡ് ഓക്കെ ബ്രോക്കലി. ഓക്കെ, അഗെയിൻ ഗുഡ് ഫോർ പ്രോട്ടീൻ. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് പക്ഷെ ഉള്ളിക്കും നല്ല ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഐ ഗോട്ട് ലൈക്ക് 2 kg ഓഫ് ഓണിയൻ ലാസ്റ്റ് പോയപ്പോൾ. അതായത് ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ച ഓണിയനാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. ലൈക്ക് ഐ തിങ്ക് ദർ ഈസ് ബഞ്ച് ഓഫ് 2-3 മോർ ഇത് ഓണിയൻ ലെഫ്റ്റായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എങ്കിൽ ഇത്തവണ പോയപ്പോൾ എനിക്ക് 500 grams ഓണിയൻ ലൈക്ക് നല്ല പ്രൈസിനാണ് കിട്ടിയത്. സോ ദിസ് ഇസ് എ ബാഡ് ഡീൽ. ഫാസ്റ്റ് വെജി ഓപ്ഷൻ ദിസ് ഇസ് സ്പ്രൗട്ട്സ്. ഇതിന് ഞാൻ കുറേ നാളുകൊണ്ട് കണ്ണ് വിട്ടിരിക്കുകയാണ്. അതായത് എനിക്കിത് ട്രൈ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഐ തിങ്ക് സ്പ്രൗട്ട്സ് ആർ ഫ്രം ബ്രോക്കലി ഓർ ക്യാബേജ് ഇറ്റ് സെൽഫ്. അതിൻ്റെ ബേബി ഫോംസാണ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സൂപ്പർ ഫുഡ്. സോ ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വൻ എക്സ്പെരിമെൻ്റാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഞാൻ മാവ് വാങ്ങി. ഓക്കെ ദിസ് കൈൻഡ് ഓഫ് എക്സ്പ്ലോഡ്സ്. ഇത് ഞാൻ ഇങ്ങോട്ടെങ്കിലും സ്റ്റോർ ചെയ്യണം. ദിസ് ഈസ് മാവ്. ഓക്കെ, ആൻഡ് ഗോതമ്പ് മാവാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാവ്. ബട്ട് ഇതിൻ്റെ ഒരെണ്ണേ ലെഫ്റ്റ് ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഇസ് വീറ്റ് ഫ്ലോർ ഓർ മൈദ. എന്താണെന്ന് അറിയാൻ വേണ്ടത്. ലൈക്ക് പടമൊക്കെ ഉണ്ട്.
പടമൊക്കെ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ദ heck it is. Then I like searched and it was like, okay, it has protein in it and it is used for making breads bike ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാതാണ്, ബട്ട് ഇറ്റ് ഈസ് മോർ ലൈക്ക് പ്രോട്ടീൻ ഉള്ള ഒരു സോഴ്സ് ആണെന്ന് പറഞ്ഞു. സോ ഐ വാസ് ലൈക്ക് വാട്ട് എൽസ് ഡു ഐ നീഡ്, അങ്ങനെ ഞാൻ ഇതിനെ എടുത്തു ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഓൺ ഓഫർ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഹോൾ ഓഫ് എന്താ ഞാൻ മേടിച്ച സാധനത്തിൻ്റെ. But let's do a breakdown of like the proteins, carbs, veggies and miscellaneous things that I bought. At the കഴിഞ്ഞതിനുശേഷം I'll give you a total of what I purchased. And this is the carb options. The pasta, which is 2 of them, and likewise the last one, the wheat flour. For our protein, we have like chicken and egg, like both from കോഴിയിൽ നിന്നുള്ള 2 സാധനങ്ങൾ. And if we could say the milk is also a protein, so milk also we are including that in the protein. Veggies ആണ് നമ്മുടെ വലിയ കാര്യം. So first one you can say the sprouts, then the carrots, onion, bell pepper, tomatoes, spinach, and of course broccoli. Okay, that's it. And extra cost ayathu, you could say olive oil as a fat, like a fat കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എക്സ്ട്രാ ചിലവായത് ഇസ് ഫോർ ദിസ് 2 things, ലൈക്ക് ദിസ് spearmint tea and the chocolate. And this just like ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാലും ഇസ് ഓൺലി ബിലോ 2 euros. ഓക്കെ ദാറ്റ്സ് ഓൾ. നമ്മുടെ ഹോൾ കഴിഞ്ഞു. We divided it into protein, carbs and oil and like the veggies and snacks. നമുക്ക് സംഭവം എല്ലാം ആയിട്ടുണ്ട്, ബട്ട് നമ്മുടെ ബില്ലാണ് നമ്മുടെ മെയിൻ താരം. സോ ഡ്രം റോൾ. It is 27.88. And why 27.88 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഒരു റൗണ്ട് ഓഫ് 28 euros ആയിരുന്നു. ബിക്കോസ് ഐ യൂസ്ഡ് ദ ആപ്പ്, അതായത് ഞാൻ പോയത് പെന്നിയിലാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അൾഡിയിലും കൂടെ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു, ബട്ട് ഇത്രയും സാധനങ്ങളുള്ളത് കൊണ്ട് അത് പോസിബിൾ അല്ല. സോ ഐ ഹാഡ് ടു ലൈക്ക് വാക്ക് ടു ദെയർ. സോ ഞാൻ അവിടെ പെന്നി തന്നെ എല്ലാം ഷോപ്പ് ചെയ്തു, മാക്സിമം ഷോപ്പ് ചെയ്തു. ആൻഡ് ആപ്പ് യൂസ് ചെയ്തതുകൊണ്ട്, ആപ്പ് യൂസ് ചെയ്തതുകൊണ്ട് ഐ ഗോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് ലൈക്ക് 0.12 euro. സോ മൈ ടോട്ടൽ ഇസ് 27.88 euros, വിച്ച് ഈസ് എ ലോട്ട്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ചാലഞ്ചിൽ നിന്ന് ഏകദേശം 7.88 euros ഈവൻ ആഫ്റ്റർ ഡിസ്കൗണ്ട് നമ്മൾ എക്സീഡ് ചെയ്ത് യൂസ് ചെയ്തു. ആൻഡ് ഐ വുഡ് സേ ആ ഒലിവ് ഓയിലാണ് അതിൻ്റെ അതുള്ള മേജർ കോൺട്രിബ്യൂഷൻ ചെയ്തത്. സോ ഈസ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് 2-3 സാധനങ്ങൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, നോട്ട് എറ്റ് ഒള്ളി നല്ലോണം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ ഐ വുഡ് സേ ഒരു 20 euros-ൻ്റെ അകത്ത് നിന്നെന്ന്. പക്ഷേ ചലഞ്ച് തോറ്റു എന്നുള്ളത് പറഞ്ഞാൽ തോറ്റു എന്ന് തന്നെയാണ്. ഐ അക്സെപ്റ്റ് ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി ദാറ്റ് ഞാൻ ചലഞ്ച് തോറ്റു. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മളെന്താണ്, ഫെയിൽ അഗെയിൻ ഫീൽ ബെറ്റർ. സോ ഞാനും എൻ്റെ പേഴ്സും ഒന്ന് കരഞ്ഞിട്ടൊക്കെ വരാം. അപ്പോൾ വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. എനിക്കറിയത്തില്ല ഞാനിപ്പോൾ എത്രയും നേരം വരെ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ലൈക്ക് എൻ്റെ മനസ്സിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് സംഹൗ ഇറ്റ് എൻ്റർടൈൻഡ് യു. അതോ നിങ്ങളുടെ 20 minutes വേസ്റ്റ് ആയിപ്പോയോന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ലൈക്ക് ഐ സെഡ്, ജർമ്മൻസിന് അങ്ങനെ പബ്ലിക് സ്പേസിൽ സംസാരിക്കുന്നത് അധികം ഇഷ്ടമുള്ളതല്ല. പക്ഷേ ഇവിടെ വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബട്ട് ദർ വിൽ ബി ടൈം
ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് അബൌട്ട് ദ പർച്ചേസ്, ദർ ഈസ് ഇൻഫ്ലേഷൻ. ഓക്കെ, നമ്മുടെ ക്ലൈമറ്റ് ഒരു വിൻ്റർ സീസൺ എന്നൊക്കെ മാറി ഈ ഒരു ഫുഡൊക്കെ കിട്ടാൻ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഫുഡ് പ്രൈസസ് എന്തായാലും ഹൈ ആയിരിക്കും. സോ ഈവൻ ഇഫ് ഞാൻ ChatGPT എടുത്ത് ചോദിച്ച് 20 യൂറോസിനകത്തുള്ളൊരു ബഡ്ജറ്റ് പ്ലാൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാലും ദർ ഈസ് എ ലിമിറ്റ് ടു ദാറ്റ്. ദാറ്റ്സ് വൈ ഞാൻ വിചാരിച്ച പൈസേനെക്കാട്ടി ഒരുപാട് എക്സീഡ് ചെയ്തത്. സോ ദിസ് ഹാപ്പൻസ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇമാജിൻ നിങ്ങളൊരു ബഡ്ജറ്റ് ഇല്ലാണ്ട് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പൈസ പോകുമെന്ന്. ഈവൻ ആഫ്റ്റർ ഐ ഹാഡ് എ പ്ലാൻ, ഐ ഹാഡ് എ ഓപ്ഷൻ, എല്ലാം ഫിഗർ ഔട്ട് ചെയ്തിട്ട് പോയിട്ടും ഐ had to spend extra money. So I would say, what I would suggest, if you are taking anything from this video, take this advice. നിങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ്, അത് നിങ്ങളെ നാട്ടിലായാലും അതായത് ഇവിടെ ആയാലും യൂറോപ്പിലായാലും യൂറോസാണ് നിങ്ങൾ ചിലവാക്കുന്നതെങ്കിലും ഇന്ത്യൻ മണിയാണ് നിങ്ങൾ ചിലവാക്കുന്നതെങ്കിലും ഓൾവേസ് ഹാവ് എ പ്ലാൻ. എസ്പെഷ്യലി അസ് ജെൻസീസ് ആൻഡ് നമ്മുടെ മില്ലേനിയൽസ്. ബിക്കോസ് നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴത്തേക്ക് അമ്മാമ്മ അവരൊക്കെ റേഷൻ ആൻഡ് അതർ തിങ്സ് അവർ നോക്കും. ആൻഡ് ദേ ഹാവ് ഒരു ലിസ്റ്റും കാര്യങ്ങളും, അവർക്കൊരു ചട്ട ഉണ്ട്. ബട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം റിയലാണ്. ഈവൻ ദേ ഓൾസോ ഡോണ്ട് റെക്കഗ്നൈസ്. അപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മാസം ആകുമ്പോൾ 1500 ആകുമ്പോൾ അവർ വിചാരിക്കും ഇതെന്താ പൈസ ഇതാണല്ലോ, ആ ഒരു ഇത് വരും. ബട്ട് വാട്ട് ഐ വുഡ് സേ ഇസ് ഓൾവേസ് പ്ലാൻ യുവർ ഗ്രോസറി. നിങ്ങളുടെ പൈസയ്ക്ക് ഒരു ബഡ്ജറ്റ് ഇട്ട് അതിനകത്ത് അതും നിങ്ങൾ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് ആസ് എ പ്രോട്ടീൻ കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, ദെൻ വെജിറ്റബിൾസ്, ദെൻ കാർബ്സ്, അങ്ങനെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഷോപ്പ് ചെയ്യുക. സോ ഓൾവേസ് മീൽ പ്രപ്പ് ആൻഡ് ഓൾവേസ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ ഗ്രോസറി ആൻഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് വെച്ച് വേണം എപ്പോഴും ഗ്രോസറി ചെയ്യാൻ. സോ ഇഫ് യു ആർ ടേക്കിംഗ് എനിത്തിങ് ഫ്രം ദിസ് വീഡിയോ, ടേക്ക് ദാറ്റ്, ടേക്ക് ദിസ് അഡ്വൈസ്. എപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാലും ഹാവ് എ ലിസ്റ്റ് and categorize your food according as like proteins, carbs, veggies, fruits. Like you can add snacks. നിങ്ങൾ എന്തായാലും ആ കടയിൽ പോകുമ്പോഴത്തേക്ക് ഒന്നല്ലെങ്കിൽ 2 എക്സ്ട്രാ സാധനം വാങ്ങും. ബട്ട് ഇഫ് യു ഹാവ് എ പ്ലാൻ ഇറ്റ്സ് മച്ച് ഈസിയർ. ഐ ആം ടെല്ലിങ് ദിസ് മെജോറിറ്റ്ലി ടു പീപ്പിൾ ഹൂ ആർ ലിവിങ് അലോൺ ലൈക്ക് മീ ആൻഡ് ലൈക്ക് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. ബട്ട് എനിബഡി ക്യാൻ ഡു ദിസ്, എവ്രിബഡി ക്യാൻ ഫോളോ ദിസ്. ആൻഡ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ലൈക്ക് ഐ ആം നോട്ട് എ പേഴ്സൺ ടു അഡ്വൈസ് ഈ ഒരു സംഭവം, ബിക്കോസ് ഐ ആം ജസ്റ്റ് ഡൂയിങ് ദിസ് ലൈക്ക് ഫോർ വൺസ് ഓർ ട്വൈസ് ലൈക്ക് റൈറ്റ് നൗ. ബട്ട് ഈവൻ മുമ്പേ ഐ ഹാഡ് ബഡ്ജറ്റ്, അതായത് നമുക്ക് പോക്കറ്റ് മണി കിട്ടുമ്പോഴായാലും വി ഹാവ് എ ബഡ്ജറ്റ്, റൈറ്റ്? സോ ആ ബഡ്ജറ്റിനുള്ളിൽ ഉള്ള സംഭവങ്ങളെ നിങ്ങൾ വാങ്ങത്തുള്ളൂ. സോ ദർ ഇസ് എ ലിസ്റ്റ് ഓൾവേസ്. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇനിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും മേ ബി ഐ ക്യാൻ ട്രൈ ടു ഗെറ്റ് എ ഫ്യൂ ആംഗിൾസ്. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. സോ രാവിലെ എണീറ്റു, ഓക്കെ ഞാൻ ഇങ്ങനെ ആംഗിൾ വയ്ക്കും, ഇങ്ങനെ ആംഗിൾ വയ്ക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. വിച്ച് വാസൻറ്റ് ലൈക്ക് ഞാൻ പ്ലാൻ ചെയ്ത് പോലെ നടന്നില്ല. മേ ബി ദ പബ്ലിക് ആൻസൈറ്റി വിൽ ലൈക്ക് റെഡ്യൂസ് കുറേ കൂടെ. Then I will make a different video. I'll try to make a different video. And yeah, that's all for today's vlog. I hope you enjoyed it. Like I was stressed to make this. I don't know how much love or acceptance ഇതിന് കിട്ടുമെന്നൊന്നും. ബട്ട് ദിസ് ഇസ് എ മെമ്മറി. ബിക്കോസ് ഞാൻ ഇത്രയും വലിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഈ അടുത്തെങ്കിലും നടത്തുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ബിക്കോസ് ഐ ഓൾവേസ് വീക്ക്ലി മാത്രമാണ് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നത്. സോ ലെറ്റ്സ് സീ. ദിസ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ ടു. ലൈക്ക് വീഡിയോ എടുക്കുന്നതും പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ടിൽ ദെൻ, signing off, BKK, sayonara, toodles, cheers. This a gift to me. Okay. Oh, the chocolate smells divine.